അയ്യേ, എന്തിനാ മോളെ ഇതൊക്കെ ചെയ്ത് കൈ ചീത്തയാക്കുന്നത്? ഇതൊക്കെ ഏലിയാമ്മ ചെയ്യൂലേ? ചിറ്റമ്മേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത്. ഇതൊക്കെ പെമ്പിള്ളേരുടെ പേഴ്സണൽ മാറ്റേഴ്സാ. ഒരരികെ പോ. ആ, ശ്രീദേവി വന്നോ? ഇല്ല, അവിടെ കാര്യം എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്താ ചിറ്റമ്മേ? അവളെ ഇനി പഠിപ്പിക്കണോ എന്ന് ആലോചിക്കുക. അല്ലാതെ എന്ത് ചെയ്യും? അല്ല, അച്ഛൻ ഇന്നലെ വേറൊരു കാര്യം കൂടി പറഞ്ഞു. എന്ത് കാര്യം? ശ്രീദേവിയും ബാബുമോനും കൂടെയുള്ള കല്യാണം നടത്തിയാലോ എന്ന്. ഫസ്റ്റ് ക്ലാസ് ഐഡിയ. അവളെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അവളെ കെട്ടിച്ച് വിട്ടേക്കൂ. അല്ല, മോക്ക് എന്തെങ്കിലും വിഷമം? എനിക്കെന്താമേ? അയ്യേ, അവളെന്റെ അനീത്തിയല്ലേ. അമ്മയ്ക്ക് അറിയില്ല അവളെ പോക്ക്. അവള് വല്ല ആമ്പിള്ളേരുടെയും കൈ വാങ്ങിക്കും. അപ്പോ മോക്ക് വിഷമമൊന്നും ഇല്ലല്ലേ? അതെന്താ ചിറ്റമ്മ പിന്നെ അങ്ങനെ പറയുന്നത്? അവക്ക് എന്തെങ്കിലും ഗുണം വരുന്നതിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. ശരി മോളെ, ഞാൻ വരട്ടെ. ഏലിയമ്മേ, നീ വാ വേഗം. അയ്യോ, ചെറുപ്പത്തിൽ തീരുമാനിച്ചു വെച്ചിരുന്ന കാര്യമൊന്നും സുനിലയ്ക്ക് അറിയില്ല എന്ന് തോന്നുന്നു. അതങ്ങനെ തന്നെ നിൽക്കട്ടെ. ചേച്ചി ഇനി അറിയിക്കാൻ നിൽക്കണ്ട. ആ, അമ്മ എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത്രയും കാലം സുനിത എനിക്ക് വിവാഹം കഴിച്ചതാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പെട്ടെന്ന് എന്താ ഒരു മാറ്റം? ഞാനിപ്പോ എന്താ മോനെ പറയ? എന്നോട് ഏട്ടനും നാഥനും പറയുന്നതല്ലേ എനിക്ക് പറയാൻ പറ്റൂ. ഞാൻ സമ്മതിക്കില്ല. സുനിതയായാലും ശ്രീദേവിയായാലും അമ്മാവന്റെ തന്നെ മകളല്ലേ. അമ്മേ, കല്യാണം കഴിക്കേണ്ടത് ഞാനല്ലേ? എന്റെ അഭിപ്രായം അറിയാതെ ഇവരെങ്ങനെ തീരുമാനിക്കും? ഇക്കാര്യത്തിൽ അമ്മാവന് എനിക്ക് ഭയമില്ല. ഞാൻ കാര്യം നേരിട്ട് പറയാൻ പോവാ. മരിച്ചുപോയ അമ്മായി അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവരുടെ വാക്കിന് ഒരു വിലയില്ലേ? ഞാൻ എത്രമാത്രം അവളെ അറ്റ്ലീസ്റ്റ് അവളോടൊരു വാക്ക് ചോദിക്കാമായിരുന്നല്ലോ. അവളോടും ചോദിച്ചു. എന്തു പറഞ്ഞു? അവൾ സമ്മതിച്ചു. കല്യാണം എന്നൊക്കെ പറയുന്നത് വിധിയാണ് മോനെ. നിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കിയത് അമ്മാവനാണ്. നിന്നെ പഠിപ്പിച്ചതും ഭക്ഷണം തന്ന് വളർത്തിയതും IAS വരെ എത്തിച്ചതും എല്ലാം. എന്തിന്? പണയത്തിലായ ഈ കിടപ്പാടം വരെ എടുത്തു തന്നത് നിന്റെ അമ്മാവനല്ലേ. അതുകൊണ്ട് തന്നെ ജീവിതകാലം മുഴുവനും നമ്മൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു. ഒരു ഞൊണ്ടി പെണ്ണിനെയോ സൗന്ദര്യമില്ലാത്ത പെണ്ണിനെയോ ഒന്നും അല്ലല്ലോ നിന്നോട് കെട്ടാൻ പറഞ്ഞത്. അമ്മയെ ഓർത്തെങ്കിലും മോൻ സമാധാനിക്ക്.